CMRL എക്സാലോജിക് തട്ടിപ്പ് കേസിൽ ഇതാ മറ്റൊരു പ്രതി കൂടി പട്ടികയിലേക്ക് വരുന്നു. മറ്റാരുമല്ല, മുൻ മന്ത്രിയും വീണ വിജയന്റെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ആണ് പ്രതിപട്ടികയിലേക്ക് വരുന്നത്. ഇതിന്റെ മുന്നോടിയായി റിയാസിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മൊഴിയെടുക്കുമെന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ഈ നടപടി വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. മകളും മരുമകനും സംശയത്തിന് നിഴലിൽ നിൽക്കുമ്പോൾ എങ്ങനെ കേരളത്തിലെ ജനങ്ങളെ മുന്നോട്ട് നയിക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം സ്വയം ചോദിക്കുന്നത് കൂടി നല്ലതായിരിക്കും. വീണയ്ക്ക് CMRL നിന്നും ലഭിച്ച പണം എങ്ങനെയൊക്കെ വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് EDയുടെ നീക്കം നടക്കുന്നത്. ഈ അന്വേഷണമാണ് മുഹമ്മദ് റിയാസിലേക്ക് എത്തി നിൽക്കുന്നത്. വീണയ്ക്ക് CMRL നിന്നും 2.78 കോടി രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. 2 തവണ വീണയെ ED ചോദ്യം ചെയ്തെങ്കിലും നൽകിയ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ട്. ലഭിച്ച പണം എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അന്വേഷണം കുടുംബാംഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നത്. റിയാസിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്ന വാർത്തകൾക്ക് പിന്നാലെ അതിനെ പ്രതിരോധിക്കണോ വേണ്ടയോ എന്ന സംശയത്തിലാണ് CPM നിൽക്കുന്നത്. നേരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിനു പിന്നാലെ അതിനെതിരെ രംഗത്ത് വന്ന CPM നാണം കെട്ടത് നമ്മൾ കണ്ടതാണ്. പിന്നീട് CPMന്റെ പ്രതിഷേധത്തിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് രംഗത്ത് വരേണ്ടിയും വന്നിരുന്നു. അതുകൊണ്ട് റിയാസിനെ വിളിച്ചു വരുത്തുന്ന സാഹചര്യത്തിൽ CPM അനങ്ങില്ലെന്ന് കൂടി ഉറപ്പിക്കാം. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിലാണ് വീണയ്ക്ക് CMRL നിന്നും പണം ലഭിച്ചത്. 2020 ജൂണിലായിരുന്നു മുഹമ്മദ് റിയാസുമായുള്ള വീണയുടെ വിവാഹം. വിവാഹശേഷം ഈ പണം ഏതൊക്കെ തരത്തിൽ വിനിയോഗിച്ചു എന്നതിലാണ് EDക്ക് സംശയമുള്ളത്. ഇരുവരുടെയും അക്കൗണ്ടുകൾ തമ്മിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും ED പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി റിയാസിന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുവാനുള്ള നടപടികളിലേക്ക് ED കടന്നിരിക്കുകയാണ്. അന്വേഷണത്തിൽ അഴിമതി നിരോധന നിയമത്തിന്റെ സാധ്യതകളും ED പരിശോധിക്കുന്നുണ്ട്. CMRLന് സർക്കാർ നൽകിയ വഴിവിട്ട സഹായങ്ങളുടെ പ്രത്യുപകാരമാണോ കരാറെന്നും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകൾ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്നും ED അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ റിയാസിന് പിന്നാലെ പിണറായി വിജയനെ കൂടി ED ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. അതിലേക്കുള്ള ചവിട്ടുപടിയാണ് റിയാസിലൂടെ ED ലക്ഷ്യം വയ്ക്കുന്നത്. CMRL എക്സാലോജിക് സൊല്യൂഷൻസിന് വലിയൊരു തുക പ്രതിമാസം ഫീസായി നൽകിയതാണ് വിവാദങ്ങൾക്ക് തുടക്കം. എന്നാൽ എക്സാലോജിക് CMRLന് അത്തരം സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാണ് ആരോപണം. ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് ഈ ഇടപാടുകളെക്കുറിച്ച് നടത്തിയ പരിശോധനയിൽ CMRL നിന്നും എക്സാലോജിക്കിലേക്കുള്ള പണം കൈമാറിയതിനെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. തുടർന്നാണ് വിഷയം ആദായ നികുതി തർക്ക പരിഹാര ബോർഡിന്റെ മുന്നിലെത്തിയത്. ഈ ഇടപാടുകൾക്ക് പിന്നിലെ ദുരൂഹതയും നിയമസാധുതയും സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണവും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവും ആവശ്യപ്പെട്ട് വിവിധ ഹർജികൾ കോടതികളിലും മറ്റും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഹർജികളിൽ കൂടി കോടതി തീരുമാനമെടുത്താൽ ഉറപ്പിക്കാം എന്നേക്കുമായി വീണ വിജയന്റെയും കുടുംബത്തിന്റെയും കാര്യത്തിൽ തീരുമാനമാകും. പണം നൽകിയത് യഥാർത്ഥത്തിൽ സേവനങ്ങൾക്ക് വേണ്ടിയല്ലെന്നും ഇത് നിയമവിരുദ്ധമായ പണമിടപാടാണെന്നുമുള്ള ആക്ഷേപത്തിന് തെളിവുകൾ ഒന്നൊന്നായി ED കണ്ടെത്തിയിരുന്നു. അന്വേഷണത്തിന്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ വീണ തൈഖണ്ഡിയുടെ കുടുംബത്തിലേക്ക് കടന്നിരിക്കുന്നത്. കുറ്റം തെളിഞ്ഞാൽ സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള അധികാരം പോലും EDക്കുണ്ട് എന്നതാണ് വാസ്തവം.